നവംബർ മാസം ആദ്യം ഞാനും എൻ്റെ സ്നേഹിതരായ മരുപ്പച്ചയുടെ പത്രാധിപർ അച്ഛൻ കുഞ്ഞിലന്തൂരും സ്വർഗീയദിന പത്രത്തിന്റെ പത്രാധിപർ ഫിന്നി പി മാത്യുവും ഒന്നിച്ച് നവാപൂരിലെ കൺവെൻഷന് പോയി. നവാപൂർ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് പരിചിതമായ ഒരു പേരാണ്. മഹാരാഷ്ട്രയിലെ ഒരു താലൂക്ക് എന്നുള്ളതിനപ്പുറം ഇന്ത്യയിലെ തന്നെ വലിയൊരു കൺവെൻഷൻ നടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് നമുക്ക് നവാപൂരിനെ പരിചയമുള്ളത്. ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മലയാളിയായ ഡോക്ടർ തോമസ് മാത്യു ചില വർഷങ്ങൾക്ക് മുമ്പ് 61-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. തന്റെ വളരെ ചെറിയ പ്രായത്തിൽ രാജസ്ഥാനിലെ ഉദയപൂർ കേന്ദ്രമാക്കി മിഷണറി പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ തോമസ് മാത്യുവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നവാപൂർ മലയാളികൾക്ക് പരിചിതമാകുന്നത്. നവാപൂരിൽ ഇപ്പോഴും അതിശക്തമായ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 44 വർഷങ്ങളായി അവിടെ കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷൻ 10,000-കണക്കിന് ആളുകൾ ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരാഴ്ച മുഴുവൻ അവിടെ ഒത്തുകൂടുകയും ഒരു ആത്മീയ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ ആനന്ദത്തോടുകൂടെ പാട്ടുകൾ പാടി ആർത്തുല്ലസിച്ച് അവർ ആത്മീയമായ അനുഭൂതികളിലേക്ക് എത്തുന്ന കാഴ്ച വർണ്ണനാതീതമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ നവാപൂരിൽ ഇപ്പോഴും ആത്മീയ ഉണർവ് തുടരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി ആളുകളുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നവാപൂരിൽ നമ്മൾ എത്തണം. ഒരു ദേശം മുഴുവൻ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടതിന്റെ, സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ടതിന്റെ അത്ഭുതകരമായ കഥയാണ് നവാപൂരിന്റെ കഥ. 1978 ഭാരതത്തിൽ ജനതാ ഗവൺമെന്റ് ഭരണം നടത്തുന്ന കാലം OP ത്യാഗി എന്ന പാർലമെന്റേറിയൻ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. ഇന്ത്യയിൽ മതപരിവർത്തന നിരോധനം നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു ആ ബില്ല്. അടിസ്ഥാനപരമായി ആ ബില്ലിന്റെ ഉദ്ദേശം ഇന്ത്യയിലെ ക്രൈസ്തവരെ അവരുടെ വളർച്ചയെ തടയുക എന്നുള്ളതായിരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രൈസ്തവ സഭകളുടെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു OP ത്യാഗിയുടെ ബില്ല്. OP ത്യാഗിയുടെ ബില്ല് ഒരു യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ സുവിശേഷീകരണം സാധ്യമാകുകയില്ല, മിഷണറി പ്രവർത്തനം നിർത്തൽ ചെയ്യേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സഭകളും എന്ന് ഞാൻ പറയുമ്പോൾ കത്തോലിക്ക സഭ ഉൾപ്പെടെ എല്ലാ സഭകളും ഒന്നിച്ചു കൂടുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പ്രതിഷേധിക്കുകയും ചെയ്ത സമയമായിരുന്നു 1978. അങ്ങനെ അന്ന് പ്രതിഷേധങ്ങളെക്കാൾ കൂടുതൽ നടന്നത് പ്രാർത്ഥനയായിരുന്നു. കത്തോലിക്കർ മുതൽ പെന്തക്കോസ്തുകാർ വരെയുള്ള എല്ലാ സഭക്കാരും ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിവേ, പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നീടുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. OP ത്യാഗി ഇന്നില്ല. OP ത്യാഗിയുടെ പാർട്ടി ഛിന്ന ഭിന്നമായി പോയി. രാജ്യത്ത് സുവിശേഷീകരണം ഇന്നും നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1978 ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഡോക്ടർ തോമസ് മാത്യുവും ഉദയ്പൂരിൽ ഇരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. താൻ തുടർമാനമായി ഉപവാസം എടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ഉപവാസം 10-ാം ദിവസത്തിലെത്തിയപ്പോൾ ആ ദൈവദാസന് ഒരു ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. അദ്ദേഹം കേട്ട ദൈവശബ്ദം ഇതായിരുന്നു: വെസ്റ്റേൺ ഇന്ത്യയിൽ നിനക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിൽ തുറക്കുവാൻ പോകുന്നു. അന്ന് അദ്ദേഹം പ്രാർത്ഥന അവസാനിപ്പിച്ചു. സത്യത്തിൽ വെസ്റ്റേൺ ഇന്ത്യ ഏതു ഭാഗമാണ് എന്ന് പോലും, അതിൻ്റെ അതിരെന്താണെന്ന് പോലും അന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. വെസ്റ്റേൺ ഇന്ത്യയുടെ ഒരു മാപ്പ് കിട്ടുവാൻ വേണ്ടി അദ്ദേഹം പല ബുക്ക് ഷോപ്പുകളിൽ കയറി ഇറങ്ങി. പക്ഷെ അങ്ങനെ ഒരു മാപ്പ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഒടുവിൽ ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ, റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ ഒരുപക്ഷെ വെസ്റ്റേൺ ഇന്ത്യയുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മാപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം റെയിൽവേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് വെസ്റ്റേൺ ഇന്ത്യയുടെ റെയിൽവേയുടെ മാപ്പ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വെസ്റ്റേൺ ഇന്ത്യയുടെ അതിരുകൾ ഏതൊക്കെയാണ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുവാൻ സാധിച്ചത്. ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ മറ്റ് സെർച്ച് എഞ്ചിനുകളോ ഒന്നുമില്ലാത്തൊരു കാലത്ത് അദ്ദേഹത്തിന് ഇത് കണ്ടെത്തുവാനായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു. ഒരു പെൺകുട്ടി എഴുതിയിരിക്കുന്ന കത്താണ്. ആ കത്തിൽ അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് ഒരു ഹിന്ദി പാഠപുസ്തകം ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് കത്തെഴുതുവാൻ ഒരു മുഖാന്തരമായത്, നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ തൻ്റെ ഒരു സഹവിദ്യാർത്ഥിനിയുടെ കയ്യിൽ
ഹിന്ദിയിലുള്ള ഒരു പാഠപുസ്തകം കണ്ടു. അതിലുള്ള അഡ്രസ്സിലാണ് താൻ കത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ തനിക്കും അതുപോലെ ഒരു പാഠപുസ്തകം വേണമെന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ ആവശ്യം. അവൾക്ക് ആ പാഠപുസ്തകം അയച്ചു കൊടുക്കേണ്ടുന്ന അഡ്രസ്സും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സൗത്ത് ഗുജറാത്തിലുള്ള സോങ്കഡ് ജില്ലയിലെ ഒരു വിലാസമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വന്നു, വെസ്റ്റേൺ ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് സോങ്കഡ്. ഏതായാലും ഇതൊരു നിമിത്തമായി അദ്ദേഹം കണക്കാക്കി. അങ്ങനെ ആ പെൺകുട്ടിയെ അന്വേഷിച്ചു പോകുവാൻ താൻ തീരുമാനിച്ചു. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്ന് തന്റെ 4 സ്നേഹിതരുമായി അദ്ദേഹം സൗത്ത് ഗുജറാത്തിലെ സോങ്കഡിലേക്ക് യാത്ര ചെയ്തു. സോങ്കഡിൽ ഈ അഡ്രസ് അന്വേഷിച്ചു പിടിച്ച് അവിടെ ചെന്നപ്പോൾ വളരെ നിരാശാജനകമായ ഒരു ഉത്തരമാണ് ലഭിച്ചത്. ആ പെൺകുട്ടി അവിടെ നിന്ന് താൻ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. നിരാശയോടെ അവർ മടങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ മടക്കയാത്ര ആരംഭിച്ചപ്പോൾ ഒരു മനുഷ്യൻ അവർക്കെതിരെ കയറി വന്നു. ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, നിങ്ങൾ രാജസ്ഥാനിൽ നിന്നാണോ വരുന്നത്? അതെ. നിങ്ങൾ 5 പേരുണ്ടല്ലേ? അതെ. അവർ മറുപടി പറഞ്ഞു. ഈ മനുഷ്യൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ താമസിക്കണം. ദൈവം ഇന്നലെ എന്നോട് പറഞ്ഞു രാജസ്ഥാനിൽ നിന്ന് 5 പേര് വരും, അവരെ വീട്ടിലേക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം. ഡോക്ടർ തോമസ് മാത്യുവും സംഘവും അത്ഭുതപ്പെട്ടു. എങ്കിലും ആ മനുഷ്യന്റെ വാക്ക് കേട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോവുകയും അന്ന് രാത്രി അവിടെ താമസിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അവർ ഒരു മീറ്റിംഗ് നടത്തി. ആ സുവിശേഷ മീറ്റിംഗിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗസൗഖ്യം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ട് പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഓടിക്കൂടി. ആ കൂട്ടത്തിൽ മഹാരാഷ്ട്രയിലെ നവാപൂരിൽ നിന്ന് പന്തുഭായി എന്ന് പറയുന്ന ഒരു ഗ്രാമീണൻ അവിടേക്ക് വന്നു. അദ്ദേഹം ആ ദേശത്തെ ഒരു പൗരപ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ പരിഹാരം ഉണ്ടായതോടുകൂടെ പന്തുഭായി യഥാർത്ഥ വിശ്വാസിയായി മാറ്റപ്പെട്ടു. ഇതാണ് നവാപൂരിന്റെ രൂപാന്തരത്തിന്റെ ആദ്യത്തെ കഥ. അങ്ങനെ നവാപൂരിൽ പന്തുഭായിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ കൂട്ടം യേശുവിനെ അംഗീകരിക്കുന്നവരും സുവിശേഷത്തോട് താല്പര്യമുള്ളവരുമായി ഉണ്ടായപ്പോൾ തോമസ് മാത്യു അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. വളരെ ദരിദ്രമായ സാഹചര്യങ്ങളുള്ള ഗ്രാമങ്ങളാണ് ഈ നവാപൂരിലെ ഗ്രാമങ്ങൾ. എല്ലാവരും കർഷകരാണ്, ആദിവാസി സമൂഹമാണ്. ആ മേഖലകളിലൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ഇംഗ്ലീഷ് മിഷണറിമാർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. പക്ഷെ അവർ പേരിൽ മാത്രമാണ് ക്രിസ്ത്യാനികൾ, അവർക്ക് ഒരു ക്രിസ്തീയ ജീവിതമില്ലായിരുന്നു. അപ്പോഴാണ് തോമസ് മാത്യു ഈ ദേശത്തേക്ക് ഒരു നിയോഗവുമായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ അവിടെ ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും സുവിശേഷത്താൽ ആകർഷിക്കപ്പെടുവാനും തുടങ്ങി. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. കർഷക മേഖലയായ ഈ ദേശത്തുള്ള ജനങ്ങൾ അവർ കൃഷി ചെയ്യും, ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു. മാത്രവുമല്ല, മദ്യപാനം അവരുടെ ഇടയിൽ വളരെ വ്യാപകമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കുടുംബ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അരക്ഷിതമായ ഒരു ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് ഒരു വികസനവുമില്ലാത്തൊരു ദേശം. ഇന്ന് പോലും ആ ദേശത്ത് കാര്യമായ വികസനങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ 40 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രം വളരെ ദയനീയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേശത്ത് രോഗം വന്നാൽ ചികിത്സിക്കുന്നതിന് ഇന്ന് പോലും അവർക്ക് 60 കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. നമ്മൾ ഇന്നും അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ സൂററ്റ് എയർപോർട്ടിലോ സൂററ്റ് റെയിൽവേ സ്റ്റേഷനിലോ ചെന്നിട്ട് 130 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ ദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ കാര്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇന്നു പോലുമില്ല. അപ്പോൾ ഒരു 40 വർഷം മുമ്പുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവും സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ തോമസ് മാത്യു അദ്ദേഹത്തിന് കിട്ടിയ പ്രകാശം അനുസരിച്ച് അവിടേക്ക് കടന്നു ചെല്ലുകയും അവിടെ സുവിശേഷം അറിയിക്കുകയും ചെയ്തതോടെ ആളുകൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തുടങ്ങി, ക്രിസ്ത്യാനികളായി മാറുവാൻ തുടങ്ങി. ഒരുപക്ഷെ അവരിൽ പലരും നേരത്തെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവരായിരുന്നെങ്കിലും അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറിയത് തോമസ് മാത്യുവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അങ്ങനെ അവിടെ ആരംഭിച്ച ഒരു ആത്മീയ ഉണർവ് തോമസ് മാത്യുവും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളും പ്രവർത്തിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയും ആളുകൾ മനസ്സാന്തരപ്പെടുകയും ഒക്കെ ചെയ്ത് ആളുകൾ കൂട്ടം കൂട്ടമായി യേശുവിലേക്ക് കടന്നു വന്നു. അവർ ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന് തന്നെ സമൂലമായ മാറ്റമുണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നത് സുവിശേഷം അവരുടെ ജീവിതത്തിൽ വരുത്തിയത് അടിസ്ഥാനപരമായ മാറ്റമായിരുന്നു. അവർ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. നേരത്തെ അസുഖം വരുമ്പോൾ മന്ത്രവാദികളുടെ ഒക്കെ അടുത്ത് പോയിരുന്ന, അങ്ങനെ ജീവിതത്തിന്റെ അരക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയിരുന്ന ജനത അവരുടെ ജീവിതത്തിന് വിശ്വാസപരമായ മാറ്റമുണ്ടായപ്പോൾ വലിയ ഉണർവിലേക്ക് നയിക്കപ്പെട്ടു. അവരുടെ ജീവിതത്തിന് സമൂലമായ മാറ്റമുണ്ടായി. കാർഷിക മേഖലയായ ആ ദേശത്ത് അവർ കൃഷി ചെയ്ത് അവർക്കുണ്ടാകുന്ന വരുമാനം കൊണ്ട് വളരെ നല്ല നിലയിൽ അവർ ജീവിക്കുവാൻ തുടങ്ങി. അവിടെ പടിപടിയായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഡോക്ടർ തോമസ് മാത്യുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു.
അങ്ങനെ 1981 നവാപൂരിൽ ഒരു കൺവെൻഷൻ ആരംഭിച്ചു. അതാണ് ഇന്ന് നമ്മൾ പറയുന്ന നവാപൂർ കൺവെൻഷൻ, അല്ലെങ്കിൽ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ ജനറൽ കൺവെൻഷനായി എന്നറിയപ്പെടുന്ന വിപുലമായ കൺവെൻഷൻ അവിടെ നടക്കുന്നു. ആ കൺവെൻഷനിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തത്. ആ കൺവെൻഷന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു ചെറിയ വീഡിയോയിൽ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ചില വിഷ്വൽസിലൂടെ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ജോയ് പുന്നൂസ് ആണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ മകൻ പോൾ മാത്യു ഇതിൻ്റെ ഇന്ത്യയിലെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ഭാര്യ മേരി മാത്യു ഇതിന് ആത്മീയ നേതൃത്വം നൽകുന്നു. അങ്ങനെ ഒരു ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് ധാരാളം ആളുകളുണ്ട്. ആ മേഖലയിലെ നിരവധി ഗ്രാമങ്ങൾ, അവിടെയൊക്കെയുള്ള സഭകൾ, 150ഓളം സഭകൾ ആ നവാപൂർ മേഖലയിൽ തന്നെ ഫിലദൽഫിയ ഫെലോഷിപ്പിനുണ്ട്. ആ ദേശത്തെ ജനങ്ങൾ മാത്രമല്ല അവിടെ കൺവെൻഷൻ വരുന്നത്. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിശ്വാസികൾ അവിടേക്ക് കൺവെൻഷനുകൾക്ക് എല്ലാ വർഷവും വരുന്നു. ഒരാഴ്ച അവർ ഒന്നിച്ച് താമസിക്കുകയും ഒരു ആഘോഷമായി, ഉത്സവമായി, ആത്മീയമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവർ മടങ്ങിപ്പോകുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ്. ആ കാഴ്ച അനുഭവിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ നേർക്കാഴ്ചകൾ ചിത്രങ്ങളിലൂടെ, വീഡിയോകളിലൂടെ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അടുത്തത് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. മലയാളികളായിട്ടുള്ള മിഷണറിമാർ ഡോക്ടർ തോമസ് മാത്യുവിനെ പോലെ പലരും പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുകയും പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുകയും മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുകയും സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ആ സഭകളിൽ പലതും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പല പ്രസ്ഥാനങ്ങളും തുടങ്ങിയ ആളുകളുടെ ദർശനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. ആ സ്ഥാനത്ത് ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിന് അവരുടെ സ്ഥാപകനായ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ദർശനത്തിൽ ഇന്നും നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഡോക്ടർ ജോയ് പുന്നൂസ് അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോഴും ആ പ്രസ്ഥാനം ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ദർശനത്തിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അയച്ചു, ആ മനുഷ്യൻ ചെന്നു, ആ മനുഷ്യൻ ഒരു ദേശത്തിന് വരുത്തിയ രൂപാന്തരം അത്ഭുതാവഹമാണ്. അത് കണ്ടു തന്നെ അനുഭവിക്കേണ്ടതാണ്. ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് പോയി കാണുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു. നവാപൂരിൽ ഉണർവ് അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും വന്ദനം. ഞാൻ സാംകുട്ടി ചാക്കോ നിലമ്പൂർ, ഹല്ലേലൂയ പത്രത്തിൻ്റെ എഡിറ്ററാണ്. കഴിഞ്ഞ 30 വർഷമായി ഹല്ലേലൂയ പത്രം മലയാളി ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു കണ്ണാടിയായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വാർത്തകൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വായനക്കാർ എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ഇപ്പോൾ ഹല്ലേലൂയയുടെ യൂട്യൂബ് ചാനലിലൂടെ വാർത്തകളും വീക്ഷണങ്ങളും ഒരുപക്ഷെ അതിനേക്കാൾ അധികം നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ തുടർന്ന് പ്രതീക്ഷിക്കുക. ഈ വീഡിയോകളൊന്നും നഷ്ടമാകാതെ കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതിനെ പരിചയപ്പെടുത്തുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു.